എന്തുകൊണ്ടാണ് ഈ HR-മാരൊക്കെ ഭയങ്കര റൂഡായിട്ടും സീരിയസ് ആയിട്ടൊക്കെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് അറിയുമോ? അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചുകൂടാ. കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് HR ആയിട്ട് ജോലി കയറി. ആൾ നല്ല ഫണ്ണായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ജോലി കയറിയതിന് ശേഷം അവിടുത്തെ മാനേജർ, അവിടുത്തെ ഓണർ ആളെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. അതായത് ഇവിടെ കൂടുതൽ മലയാളീസാണ്. അപ്പോൾ അവരുടെ അടുത്ത് നല്ല രീതിയിൽ ഫണ്ണായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ തൻ്റെ തലയിൽ കയറിയിരിക്കും. അതുകൊണ്ട് ഈ ഫണ്ണായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്ത് കമ്പനി അടിക്കുന്ന ഈ ഒരു ക്യാരക്ടർ മാറ്റിയിട്ട് നല്ല റൂഡായിട്ട് നല്ല സീരിയസ് ആയിട്ട് എന്താണ് പെർഫെക്റ്റ് പ്രോപ്പർ HR എന്നുള്ള രീതിയിൽ തൻ്റെ മെൻറ്റാലിറ്റി മാറ്റണം എന്ന് പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ചെറുതായിട്ടൊരു വിഷമമൊക്കെ തോന്നി. എന്നാലും സ്വന്തം ക്യാരക്ടർ മാറ്റാൻ മറ്റുള്ളവരുടെ അടുത്ത് റൂഡായിട്ട് നിൽക്കുക, അതായത് ഫണ്ണായിട്ട് നിന്ന ഒരാൾ റൂഡായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ അടുത്ത് അധികം കമ്പനി ആവാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാബിൻ ആൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഇവരെ കൂടെ ചായ കുടിക്കാൻ പോകരുത്, ഭക്ഷണം കഴിക്കാൻ പോകരുത്, ഇവരായിട്ട് അധികം സംസാരിക്കാൻ പോകരുത്, ഫണ്ണായിട്ട് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. കാരണം ഓഫീസിലെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ പിടിച്ചേ പറ്റുമെന്നാണ് ആ മാനേജ്മെന്റ് പറഞ്ഞത്. എല്ലാ HR-മാരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. കാരണം അവരുടെ പ്രൊഫഷൻ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് അവരുടെ ഭാഗത്തുള്ള തെറ്റായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പക്ഷെ ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു റൂഡ് ക്യാരക്ടറായിട്ടുള്ള ആളുകൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കമ്പനിയിലത്തെ HR-മാർ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.